താൽക്കാലികമെങ്കിലും ഇസ്രയേൽ തകർത്തെറിഞ്ഞ മണ്ണിൽ സമാധാനത്തിന്റെ ഒരു വെളിച്ചം ഈ റമദാനിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഗാസൻ ജനതയുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. അവരുടെ ജീവിക്കാനുള്ള പ്രതീക്ഷയ്ക്ക് മേൽ വീണ്ടും ഒരു മരണമഴയാണ് ഇസ്രയേൽ ഇപ്പോൾ പെയ്ച്ചിരിക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ എന്ന നശിച്ച രാജ്യം 80-ലേറെ പേരുടെ ജീവൻ ഇല്ലാതാക്കി. ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ജനുവരി 19-ന് വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി അവസാനിച്ച ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത്. ഗാസയിലുടനീളം നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളും ഏറ്റിരുന്നു. ആക്രമണങ്ങളിൽ 131 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തെക്കൻ ഗാസ മുനമ്പിലെ ഗാൻ യൂനിസിൽ മാത്രം 77 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വടക്കൻ ഗാസ മുനമ്പിൽ 20 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുറൈജി ക്യാമ്പിന് സമീപമുണ്ടായിരുന്ന ഡ്രോൺ ആക്രമണത്തെ ബോംബ് വയ്ക്കാൻ ശ്രമിച്ച ഭീകരരെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന അവകാശവാദം. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘനമാണ് നടത്തുന്നതെന്നും അത് അവസാനിപ്പിക്കണമെന്നും ഹമാസ് ഹെൽത്ത് മെഡിക്കൽ ഡയറക്ടർ അൽ നവാബ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഗാസയിൽ ഇന്ധനമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിറക് ശേഖരിച്ചുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. 2 ആഴ്ചയായി ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകളും മറ്റും ഇസ്രയേൽ തടയുകയാണ്. ഇവ കാരണമാണ് ഇത്രയും രൂക്ഷമായ ഭക്ഷ്യപ്രതിസന്ധി ഗാസയിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. 16 ദിവസത്തോളമായി ഗാസയിലേക്ക് ഇസ്രയേൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും കയറ്റിവിടാതിരിക്കുകയാണ്. ഇക്കാരണം കൊണ്ട് ഗാസയിലെ ബേക്കറികളെല്ലാം അടച്ചിട്ട നിലയിലുമാണുള്ളത്. മാത്രമല്ല, വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുദ്ധജലവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഭക്ഷ്യവില വൻതോതിലാണ് കുതിച്ചുയരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ഗാസയിൽ ഉടനീളം ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ നിരവധി ജീവനുകളാണ് ഇല്ലാതായത്. ജനുവരി മുതൽ നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാറാണ് ഇസ്രയേൽ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. മാത്രമല്ല, മരിച്ചവരിൽ ഭൂരിഭാഗം കുട്ടികളാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെട്ട താമസ സ്ഥലങ്ങളിലായിരുന്നു കൂടുതലും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയതും. മാത്രമല്ല, ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ ട്രംപ് ഭരണകൂടവുമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൗസ് വക്താവ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോക്സ് ന്യൂസിന്റെ ഹാനിറ്റി ഷോയോട് സംസാരിച്ച വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞത്, ഇന്ന് രാത്രി ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രയേലികൾ ട്രംപ് ഭരണകൂടത്തോടും വൈറ്റ് ഹൗസിനോടും കൂടിയാലോചിച്ചു എന്നായിരുന്നു. ഭീകര പ്രവർത്തനങ്ങൾക്ക് വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കുൾപ്പെടെയുള്ള മറ്റ് ഗ്രൂപ്പുകൾക്കും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഇപ്പോൾ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന 59 ബന്ദികളുടെ ഗതി സംബന്ധിച്ച് ഇസ്രയേലും ഹമാസും തമ്മിൽ ആഴ്ചകളോളം നടന്ന പരാജയപ്പെട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ ആക്രമണങ്ങൾ കൂടുതലും നടക്കുന്നത്. ഈജിപ്തിന്റെ ഖത്തറിന്റെയും നേതൃത്വത്തിൽ US പിന്തുണയോടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടും ഹമാസ് നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാൻ ആവർത്തിച്ച് വിസമ്മതിക്കുകയാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ശക്തമായി തന്നെ ആരോപിക്കുന്നത്.